प्रधानमंत्री नरेंद्र मोदी संसारिക്കുന്നു. कोई ओडिया था, कोई गुजराती था, कोई यहाँ बिहार का लाल था. आज उन सभी की मृत्यु पर करगिल से कन्याकुमारी तक हमारा दुख एक जैसा है, हमारा आक्रोश एक जैसा है. ये हमला सिर्फ निहत्थे पर्यटकों पर नहीं हुआ है. देश के दुश्मनों ने भारत की आत्मा पर हमला करने का दुस्साहस किया है. मैं बहुत स्पष्ट शब्दों में कहना चाहता हूं, जिन्होंने ये हमला किया है, उन आतंकियों को और इस हमले की साजिश रचने वालों को उनकी कल्पना से भी बड़ी सजा मिलेगी. सजा मिलकर के रहेगी. अब आतंकियों की बची खुची जमीन को भी मिट्टी में मिलाने का समय आ गया है. एक सौ 140 करोड़ भारतीयों की इच्छा शक्ति अब आतंकी आकाओं की कमर तोड़ कर रहेगी. फ्रेंड्स, टुडे from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times. साथियों, शांति और सुरक्षा ये तेज विकास की सबसे जरूरी शर्त है. विकसित भारत के लिए विकसित बिहार जरूरी है. बिहार में विकास हो और विकास का लाभ यहां हर वर्ग, हर क्षेत्र तक पहुंचे, ये हम सभी का प्रयास है. पंचायती राज दिवस पर इस कार्यक्रम से जुड़ने के लिए मैं एक बार फिर आप सभी का आभार व्यक्त करता हूं. बहुत बहुत धन्यवाद. मेरे साथ बोले, भारत माता की, भारत माता की, भारत माता की. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. പഹൽഗാമിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട്
ലോകരാജ്യങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ലോകരാജ്യങ്ങൾക്ക് നന്ദി പറയുകയാണ് മോദി. മധുബനിയിൽ നടന്ന ചടങ്ങിലാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. പിന്തുടർന്ന് തകർക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച വാക്കുകൾ. നീതി നടപ്പാക്കും, രാജ്യത്തിന് ആക്രമികളെ പിന്തുടർന്ന് തകർക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. മധുബനിയിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യം തുടർ നടപടികളിലേക്ക് കടക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ സംസാരിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. എല്ലാ തരത്തിലും ഒപ്പം നിൽക്കുന്ന ലോക രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും നീതിക്ക് ഒപ്പം ആയിരിക്കും എന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി നൽകിയത്. നീതി നടപ്പാക്കിയെന്ന് ഉറപ്പാക്കും, അവരെ തിരിച്ചറിയും, കണ്ടെത്തും, ശിക്ഷിക്കും എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. കാർഗിൽ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെ ദുഃഖവും ദേഷ്യവും ഒന്നാണെന്നും ഭാരതത്തിന്റെ ആത്മാവിന് മേലുള്ള ആക്രമണമാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ചെയ്തവരെ, അവരെ സംരക്ഷിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നു. സ്വപ്നത്തിൽ വിചാരിക്കാത്ത തിരിച്ചടി നൽകും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വിശദാംശങ്ങളുമായി ബസന്ത് ചേരുന്നു. ബസന്ത്, ഉറച്ച ശക്തമായ വാക്കുകളാണ് ഇപ്പോൾ രാജ്യത്തോട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ബീഹാറിലെ മധുബനിയിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പഹൽഗാമിന് ശേഷമുള്ള ആദ്യത്തെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായും ഉറച്ച വാക്കുകളുമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. കാർഗിൽ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെ ദുഃഖവും ദേഷ്യവും ഒന്നാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഭാരതത്തിൻ്റെ ആത്മാവിന് മേലുള്ള ആക്രമണമാണ് പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത്. അത് ചെയ്തവരെയും അവരെ സംരക്ഷിക്കുന്നവരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ബീഹാറിലെ മണ്ണിൽ നിന്ന് അദ്ദേഹം പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരെല്ലാവരെയും തിരിച്ചറിയും, അവരെ കണ്ടെത്തും, അവരെ ശിക്ഷിക്കും, അവസാനം വരെ പിന്തുടർന്ന് തകർക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുമെന്നുമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബീഹാറിലെ മധുബനിയിൽ ദേശീയ പഞ്ചായത്ത് ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ വെച്ചാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തൻ്റെ ആദ്യത്തെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. ഹിന്ദിയിൽ സംസാരിച്ചു തുടങ്ങിയ പ്രധാനമന്ത്രി ഒടുവിൽ ഇംഗ്ലീഷിലേക്ക് മാറിക്കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഒപ്പം നിന്ന ലോകരാജ്യങ്ങളോട് നന്ദി അറിയിക്കുക കൂടി പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ചടങ്ങ് ഒരുപക്ഷെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള NDAയുടെ അല്ലെങ്കിൽ ബീഹാറിലെ NDA സഖ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടാകും എന്നുകൂടി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു.